നമുക്ക് ഇനി ഒരാളെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. സാർ ഇവിടെ എങ്ങനെയാണ് എത്തിച്ചേർന്നത്? എൻ്റെ അമ്മയ്ക്ക് ശരീരസുഖം ഇല്ലാതെ വന്ന അവസരത്തിൽ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് അമ്മയെക്കുറിച്ച് അറിയുന്നതും അമ്മയുടെ നടയിലെത്തുന്നതും. കോവിലമ്മയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ അമ്മയുടെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമായതിനു ശേഷം അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ് എൻ്റെ കുടുംബം മൊത്തം സംരക്ഷിക്കുന്നത് കോവിലമ്മയുടെ അനുഗ്രഹത്താലാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ അനുഭവത്തോടുകൂടി മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ എല്ലാ വർഷവും ഉത്സവം വരുമ്പോൾ ഞങ്ങൾ 10 ദിവസം എല്ലാവരും ലീവ് എടുത്ത് ഞങ്ങളെല്ലാം കുടുംബക്ഷേത്രം പോലെ ഇവിടെ സഹകരിക്കുന്നവരെല്ലാവരും കൂടെ നിന്നാണ് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നടത്തുന്നത്. ഇവിടെ പുറത്ത് വലിയ ഉരുളിയിലൊക്കെയാണ് പായസം വെച്ചത്. അതെന്തെങ്കിലും പ്രത്യേകത? ഓരോരുത്തർക്ക് നേർച്ചയുണ്ട്. ഓരോരോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നതിന് ശേഷം മാത്രം വഴിപാട് നടത്താൻ പറയുന്ന ഒരു രീതിയാണ് നമ്മുടെ അമ്മയ്ക്കുള്ളത്. അപ്പോൾ പണിമൂല ക്ഷേത്രം, പോത്തൻകോട് പണിമൂല ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെമ്പ് പൊങ്കാല ഉള്ളത് നമ്മുടെ കൊച്ചുടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലാണ്. അപ്പോൾ ഉത്സവ നാളിൽ പൊങ്കാല അർപ്പിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ 3 പ്രതിഷ്ഠാ വാർഷികത്തിനും വാർഷിക പൊങ്കാലയ്ക്കുമാണ് കൂടുതൽ പൊങ്കാല ഇടുന്നത്. അത് 108 കലം, 51 കലം, ഇങ്ങനെ കലത്തിൽ പൊങ്കാല ഇടുന്ന നേർച്ചക്കാരുടെ പൊങ്കാലയും പിന്നെ ചെമ്പിൽ ഇടുന്ന പൊങ്കാലയും അതൊരു അമ്മയ്ക്ക് ഭക്തർ സമർപ്പിക്കുന്നതാണ്. ഇവിടെ ക്ഷേത്രത്തിലെ നടത്തിപ്പ് കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്? നടത്തിപ്പ് കാര്യങ്ങൾ എല്ലാം അമ്മ തന്നെയാണ്. ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ നടത്തിക്കാനായിട്ട്. സംരക്ഷിക്കുന്നത്, നടത്തിക്കുന്നു എല്ലാം അമ്മയുടെ തീരുമാനം, അമ്മയുടെ നിർദ്ദേശം, അതെല്ലാവരും അനുസരിക്കുന്നു. അമ്മ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു. നാട്ടുകാരുടെ പിന്തുണ എത്രത്തോളം ലഭിക്കുന്നുണ്ട്? നാട്ടുകാരുടെ ഭക്തജനങ്ങളെല്ലാവരും തൊഴാൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. പുറത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട്. വിദേശത്തുനിന്ന് പല നാടുകളിൽ നിന്നും ആൾക്കാർ വരാറുണ്ട്. വിശ്വാസികളൊരു ഇവിടുത്തെ പ്രതിഷ്ഠകളെ കുറിച്ച് പ്രതിഷ്ഠ കൊടുങ്ങല്ലൂർ അമ്മയാണ്. ഇവിടെ ശ്രീകോവിലിനകത്തിരിക്കുന്ന അമ്മ ഭദ്രകാളിയാണ്. അത് കാപ്പ് കെട്ടി കുടിയിരുത്തി 7 ദിവസം തോറ്റമ്പാട്ട് കഴിഞ്ഞിട്ടാണ് പൊങ്കാല വരുന്നത്. അമ്മയുടെ ഉപദേവന്മാരായിട്ട് ഗണപതി ഭഗവാനും ഹനുമാൻ സ്വാമിയും യശക്കിയമ്മയും സുബ്രഹ്മണ്യ സ്വാമിയും പിന്നെ മാടൻ തമ്പുരാൻ, മന്ത്രമൂർത്തി, യോഗീശ്വര ഭഗവാൻ, നാഗരാജാവ്, മേലാങ്കോട്ടമ്മ, കരിങ്കാളിയമ്മ, കീഴ്ക്കാവിലമ്മ, അങ്ങനെ ദേവതമാരുമുണ്ട്. കീഴ്ക്കാവിലാണ് അമ്മ ആദ്യമായിട്ട് വന്ന് കുടിയിരുന്നത്. മൂലസ്ഥാനം അവിടെയാണ്. അവിടെ ഇപ്പോൾ അമ്മയുടെ ഇത് പുറ്റമ്മയായിട്ട് വളർന്നുകൊണ്ടിരിക്കും. മണ്ടക്കാട് ദേവീക്ഷേത്രത്തിലെ പോലെ അമ്മയുടെ മൂലസ്ഥാനത്ത് നിന്ന് പുറ്റ് വളർന്നിരിക്കുകയാണ്. അത് ചന്ദനം കൊണ്ട് മുഖച്ചാർത്ത് നടത്തി 2 നേരവും ശ്രീകോവിലുള്ള പൂജാകർമ്മങ്ങൾ പോലെ അവിടെ മൂലസ്ഥാനത്ത് നടത്തുന്നുണ്ട്. പ്രഭാതത്തിൽ എന്തൊക്കെയാണ് കർമ്മങ്ങളുടെ നടക്കുന്ന ആചാരകർമ്മങ്ങൾ? അത് സാധാരണ ക്ഷേത്രങ്ങളിലുള്ള പോലെ പള്ളി ഉണർത്തൽ, മറ്റു കാര്യങ്ങളെല്ലാം അതിൻ്റെ രീതിക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് മഹോത്സവമായിട്ട് മറ്റെന്തെങ്കിലും വിശിഷ്ട കർമ്മങ്ങൾ നടത്തുന്നുണ്ടോ? ഇല്ല, ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് മാത്രമേ ഉള്ളൂ. പൊങ്കാല കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് നിറവറ ഇടിയിലുണ്ട് തിരുനടയിൽ. അത് കഴിഞ്ഞ് വൈകിട്ട് താലപ്പൊലി, കാവടി, ഉരുള് ഇതിൻ്റെ അകമ്പടിയോടുകൂടി അമ്മ മൂലസ്ഥാനത്ത് നിന്ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. ഈ ക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ആ ക്ഷേത്രങ്ങളുടെ കണക്കനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോവിലമ്മ തീരുമാനിച്ച കാര്യം അമ്മ തന്നെ ഒരു ശില്പിയെ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിനെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അമ്മയുടെ ഡിസൈനാണത്. അങ്ങനെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രം. മഹാക്ഷേത്രങ്ങളുടെ കണക്കനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ശില്പങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകതകൾ തോന്നിയ എന്തെങ്കിലും ശില്പങ്ങൾ? അല്ല, സാധാരണ ഓരോരോ പ്രതിഷ്ഠകൾക്കുള്ള പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ. നമസ്കാരം. അമ്മയുടെ പേരെന്താ? ഉഷ. ഗിരിജ. പത്മിനി. രംഭ. എത്ര കൊല്ലമായി ഇവിടെ ക്ഷേത്രത്തിൽ വരാൻ തുടങ്ങി? ഞാൻ വരാൻ തുടങ്ങി 5 വർഷമായി. പിന്നെ എനിക്ക് ഒരു ഭയങ്കരപ്പെട്ട ഒരു അസുഖമായിരുന്നു, ആമവാദം എന്ന് പറയും. അത് ഈ അമ്മയാണ് എനിക്ക് തീർത്ത് തന്നത്. അന്ന് തൊട്ട് എനിക്ക് വലിയ വിശ്വാസമാണ്. നമ്മൾ വരും. ഇന്ന് പൊങ്കാല ഇടുന്നുണ്ട്? ഇന്ന് എനിക്ക് പൊങ്കാലയില്ല, ചേച്ചിക്കും ചെമ്പ് പായസം എല്ലാം ഉണ്ട്. ക്ഷേത്രത്തെക്കുറിച്ച് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? നല്ല അഭിപ്രായമേ എനിക്കുള്ളൂ. പ്രാർത്ഥനകളെല്ലാം ആഗ്രഹങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കും. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഞാനിവിടെ വന്നിട്ട് 10 വർഷം കഴിഞ്ഞു. പിന്നെ എനിക്ക് 108 കലത്തിൽ 2 പ്രാവശ്യം പൊങ്കാല ഉണ്ടായിരുന്നു. പിന്നെ 21 കലത്തിൽ 1 പ്രാവശ്യം പൊങ്കാല ഉണ്ടായിരുന്നു. അത് എനിക്കിവിടെ വന്ന് പല അസുഖങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മ തീർത്തു തരും. നല്ലതായിട്ട് എന്നെ അമ്മ ഇന്നും എന്നെ നോക്കണം. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഞാൻ 12 വർഷമായി ഇവിടെ വന്നിട്ട്. നല്ല കാര്യങ്ങളാണ്. ഞാൻ ഓരോ കാര്യങ്ങളും അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുവാൻ നടക്കും. അമ്മയ്ക്ക്? ഞാൻ 28 വർഷമായി വന്നിട്ട്. എൻ്റെ മോക്ക് 2.5 വയസ്സ് പ്രായമുള്ളപ്പം കൊണ്ടുവന്നതാണ്. എന്ത് വിളിച്ചാലും അമ്മ വിളിക്കേക്കും. എൻ്റെ മോളെ നല്ല പഠിത്തക്കാരിയാക്കി നല്ലതാക്കി വിട്ട് അമ്മ കല്യാണവും കഴിപ്പിച്ച് നല്ലതുപോലെ ജീവിക്കാനുള്ള വഴിയും കാട്ടി. ഇനി മരിക്കുന്നത് വരെയും വരുമ്പം കലയിടും.
അമ്മയ്ക്ക് എന്താ പറയുക? ഞാൻ 10 വർഷമായി ഇവിടെ വന്നിട്ട് എൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അമ്മയെ സങ്കല്പിച്ച് പറയുമ്പോഴത്രയും എനിക്ക് എൻ്റെ കൂടെ തന്നെ അമ്മയുണ്ട്. എല്ലാത്തിനും അമ്മ എൻ്റെ കൂടെ ഉണ്ട്, അത്രയും എനിക്ക് പറയാം. അമ്മ എത്ര കാലം ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് 7 കൊല്ലമായി. എന്തു പറയുന്നു ഈ ക്ഷേത്രത്തെ കുറിച്ച്? അമ്മമാരെ സഹായം തന്നെ എനിക്കുള്ളത്. പൊങ്കാല ഇടുന്നുണ്ട്? ഓ, പൊങ്കാല ഇടുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും വരാറുണ്ട്? കഴിഞ്ഞല്ല, മുടങ്ങാതെ വരാം. കഴിഞ്ഞല്ല മരത്തില്ല. അമ്മയ്ക്ക് ക്ഷേത്രത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ ക്ഷേത്രം വലിയ പരീക്ഷയുള്ള ഒരു ക്ഷേത്രമാണ്. നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. എല്ലാ വർഷവും മുടങ്ങാതെ വരണമെന്നാണ് താല്പര്യം. 2 വർഷം കൊണ്ട് വരാൻ പറ്റിയില്ല. ഇങ്ങനെ ഇപ്പം വീണ്ടും വന്നിരിക്കുകയാണ്. ഞങ്ങളെ രോഗങ്ങളെല്ലാം അമ്മ തീർത്ത് തന്നിട്ടുണ്ട്. വലിയ വലിയ രോഗങ്ങളെല്ലാം ഈ അമ്മ തന്നെ തീർത്ത് തന്നിട്ടുണ്ട്. ഈ അമ്മമാരുടെയൊക്കെ മനസ്സിൽ ശാന്തസ്വരൂപിണിയായി ഇവിടെ അമ്മ നിറഞ്ഞു നിൽക്കുന്നു.